എന്താണ് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്, എന്തിനാണ് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് എന്ന് ചോദിച്ചവർ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടേക്കിട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, നമ്മളിവിടെ ക്യാമ്പിന് വന്നിട്ടില്ല, ശികേശ്വരൻ ഇട്ടതാട്ടോ. ഈ സ്റ്റോറിക്ക് പിന്നാലെ ആളെന്നോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യം കൂടി പറഞ്ഞു. ഈ സ്റ്റോറി ഇൻസ്റ്റാഗ്രാം എനിക്ക് കറക്റ്റ് കൊണ്ടു തന്നു. 15 വർഷം തനിച്ച് ജീവിച്ചു, ആരുമില്ലാതെ, ഒന്നും മിണ്ടാനോ സംസാരിക്കാനോ ഇല്ലാതെ. ബട്ട് ഇപ്പോൾ എനിക്ക് ഒരുപാട് പേരെ നീ കൊണ്ടു തന്നു. താങ്ക്സ് മൈ ഡിയർ നിമ്മീസ്. ഇത് ഞാൻ നിന്നോട് നേരിട്ട് കണ്ട് പറയണമെന്നാണ് വിചാരിച്ചത്. ബട്ട് നേരിട്ട് ഇനി കാണുന്നത് വരെ പറയാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഈ വീഡിയോ കൂടി കിട്ടിയപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. താങ്ക്സ് മൈ ഡിയർ. ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പൊക്കെ നടത്തിയിട്ട് നിനക്ക് എന്താ കിട്ടുന്നത്, നിനക്കൊടൊന്നും പറ്റുന്ന പടിയല്ല ഇട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ക്യാമ്പ് കഴിച്ച സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷം, എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടുന്ന ഞാൻ പറയും. ഞാൻ ആഗ്രഹിച്ചത് ഏറ്റവും സക്സസ് ആയിട്ട് നടന്നു തന്നെ ഞാൻ പറയും. ഞാൻ ആദ്യമായിട്ട് പോയ ക്യാമ്പും ഞാൻ ആദ്യമായിട്ട് കണ്ട ക്യാമ്പും ഞാൻ നടത്തിയ ക്യാമ്പാണ് ഞാൻ അഭിമാനത്തോടെ പറയും. പക്ഷേ ഞാൻ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം എനിക്ക് മറ്റുള്ളവരിലേക്ക് എന്ത് കൊടുക്കാനാണ് ഞാൻ ഒരു ക്യാമ്പ് എന്നൊരു സാധനം എൻ്റെ മൈൻഡിൽ കരുതിയോ, അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റിയിടൂ. അതിനുള്ള കുറച്ച് തെളിവുകൾ അടിച്ചിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. ആഗ്രഹമില്ല എന്നല്ല, പോകാൻ ആഗ്രഹമില്ല എന്നല്ല, പക്ഷേ എൻ്റെ ജോലിൻ്റെ ഭാഗം അങ്ങനെ. പക്ഷേ ഞാൻ ഇന്നലല്ല പണിക്ക് ഞാൻ കൺഫേം ആയത് 16-ാം തീയതിയാണ് കൺഫേം ചെയ്യണേ. കൺഫേം ആയപ്പോൾ ഞാൻ വീട്ടിൽ അമ്മനോട് പറഞ്ഞപ്പോൾ എന്നെക്കാട്ട് സന്തോഷം അമ്മക്ക്. തുടക്കത്തിലെ ആക്കി വരാൻ നല്ല മടിയായിരുന്നു, ഒരുപാട് സംശയങ്ങളും. പിന്നല്ലേ ഒരു സംശയമാണ്, ചോദിക്കണ്ടെന്ന് വിചാരിക്കരുത്. അത് ഏട്ടന് പാൻറ് ഉപയോഗിക്കലില്ല, ഒരുപാട് കാലമായി മുണ്ടാണ് ഉപയോഗിക്കൽ. അപ്പം മുണ്ടെടുത്ത് വരുന്നത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അല്ലേ. ഇതുപോലത്തെ ഡയലോഗൊക്കെ ചോദിച്ച് വന്ന ആളാ. പിന്നെ അവിടെ കണ്ടതും കേട്ടതും ഇതൊന്നും അല്ലായിരുന്നു.